അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി വേറൊരു ഉദാഹരണം നോക്കൂ. അത്തുല്ലാബു ഖറജു, വിദ്യാർത്ഥികളെല്ലാം പുറപ്പെട്ടു. അപ്പോൾ തുല്ലാബു ബഹുവചനാണ്. അപ്പോൾ അതിൻ്റെ പുറപ്പെട്ടു എന്താണ്? ക്രിയയാണ്. അപ്പോൾ ക്രിയയും ബഹുവചനായിരിക്കണം. അവരെല്ലാവരും പുറപ്പെട്ടു. ഖറജു. ഓക്കെ. അപ്പോൾ ഖറജ, ഖറജ, ഖറജു. ഖറജ അവൻ ഒരാൾ പുറപ്പെട്ടു, അല്ലെങ്കിൽ അവനൊരു വിദ്യാർത്ഥി പുറപ്പെട്ടു. ഖറജ അവർ രണ്ട് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഖറജു അവരെല്ലാവരും പുറപ്പെട്ടു. അവർ കുറേ വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഓക്കെ. ബഹുവചനമാണ്, പുല്ലിംഗുമാണ്, മുദക്കറുമാണ്. ഇനി അതിൻ്റെ താഴെയുള്ള ഉദാഹരണം നോക്കൂ. അൽ കിലാബു. അൽ കിലാബു എന്ന നായകൾ. കൽബുൻ നായ, അതിൻ്റെ ബഹുവചനാണ് കിലാബുൻ. അപ്പോൾ അൽ കിലാബു ഖറജത്ത്. ഓക്കെ. അപ്പോൾ നായ എന്താണ്? ബുദ്ധിയില്ലാത്ത മൃഗമാണ്. ഓക്കെ. മനുഷ്യൻ്റെ പോലത്തെ ബുദ്ധിയില്ല. അപ്പോൾ അതിന് ഗൈർ ആക്കിലാണ്, ബുദ്ധിയില്ലാത്തതിലാണ് അറബി ഭാഷയിൽ പെടുത്തുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫീലിന് എന്തായി? ഖറജത്താണ്, ഖറജു എന്നല്ല, ബഹുവചനമല്ല ഉപയോഗിച്ച്. ഓക്കെ. ഖറജത്ത് ഏകവചനം സ്ത്രീലിംഗം. ഓക്കെ. ഖറജത്ത് ഏകവചനം പുല്ലിംഗം ഖറജയാണ്. അതിന് സ്ത്രീലിംഗാക്കാൻ എന്താ ചെയ്യുക? ഖറജത്ത് സ്ത്രീയുടെ അടയാളമായ താൻ്റെ മുകളിലുള്ള സുക്കൂന് ചേർക്കും. അപ്പോൾ ഇവിടെ ബുദ്ധിയില്ലാത്ത കിലാബ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഖറജു എന്നല്ല എഴുതിയ, പിന്നെയോ ഏകവചനവും സ്ത്രീലിംഗവുമായ ക്രിയയാണ് എഴുതിയത്, ഖറജത്ത്. അപ്പം നമ്മളിത് പുസ്തകത്തിൽ കുറേ പ്രാക്ടീസ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇനി ഈ ബുക്ക് തീരുന്നവരെ ഈ വിഷയങ്ങളൊക്കെ വരും, ഇതുവരെ പഠിച്ചതൊക്കെ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പാഠം 1 മുതലും ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഇത് പിന്നെ ഭാഷയായതുകൊണ്ടും പിന്നെ അധികം ആളും എന്താണ് സ്കൂളിലോ മദ്രസയിലൊന്നും പഠിക്കാണ്ട് ഈ പ്രായത്തിൽ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എളുപ്പമാവും. ബാറക്കല്ലാഹു ഫീക്കും.